ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭൂലോകത്തിൻ്റെ സകല വൻകരകളിലും ഇന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നമുക്കും കർത്താവ് തന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് കടന്നു വന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ശക്തിയുള്ള പ്രബോധനം കേട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് ആശ്വാസം പ്രാപിച്ച് മടങ്ങിപ്പോകുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ സ്തോത്രം ചെയ്യുന്നു. യഹോവേ, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അപ്പോൾ രാജാവ് മാത്രമല്ല, രാജാവായിരിക്കുന്ന ദാവീദ് മാത്രമല്ല, ദാവീദിൻ്റെ കീഴെ ഉണ്ടായിരുന്ന സ്തോത്രം ഇടുക്കമുള്ളവർ, ഞെരുക്കമുള്ളവർ എല്ലാവരും സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവം ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് സ്തോത്രം ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് തൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ തൻ്റെ അടുക്കലേക്ക് വന്നത്. ഇവരെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ബലമില്ലാതെ ഒരിക്കലും കഴിയില്ല. പ്രിയ ദൈവമക്കളെ, 62 സങ്കീർത്തനം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. അപ്പം ദൈവം ഒരു പ്രാവശ്യമേ പറയുള്ളൂ. പക്ഷെ നമ്മൾ കേൾക്കേണ്ടത് 2 പ്രാവശ്യമായിട്ട് കേൾക്കണം. 2 സങ്കീർത്തനം 84 5-6 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ചെറിയ വഴിയല്ല, പെരുവഴി. പെരുവഴി എന്ന് പറയുമ്പോൾ വിശാലതയുള്ള വഴികൾ ഉണ്ട്. ആ വിശാലതയുള്ള വഴി അവർക്കുള്ളപ്പോൾ തന്നെ അവർ ആയിരിക്കുന്നത് കണ്ണുനീരിൻ്റെ താഴ്വരയാണ്. അടുത്ത വാക്യം അങ്ങനെയാണ് പറയുന്നത്. 84 6 വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്, അവർ കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ്. പക്ഷേ ഈ സിയോനിലേക്കുള്ള പെരുവഴി അവരിൽ ഉള്ളതുകൊണ്ട് ദൈവം മുൻമഴയാൽ അതിനെ എന്താക്കുന്നു? അനുഗ്രഹപൂർണമാക്കുന്നു. അപ്പോൾ സിയോനിലേക്കുള്ള പെരുവഴി, വിശാലമായ വഴി അവരിലുണ്ട്. പക്ഷേ അവരിന്ന് കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ്. പക്ഷെ അവരുടെ മനസ്സിനകത്ത് ഈ പെരുവഴി കിടക്കുന്നത് കൊണ്ട് ദൈവം അവരെ മുൻമഴയാൽ അനുഗ്രഹമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ചെയ്തു നമുക്ക് തരുന്ന ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉണ്ട്. നമുക്കറിയാം, കാലേബിൻ്റെ ഒരു ബലം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. കാലേബിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദേശം ഉറ്റുനോക്കാൻ വേണ്ടി 12 ഗോത്രത്തിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ കാലേബിനെ തിരഞ്ഞെടുത്തു, അല്ലേ? സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലാണ് കാലേബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യമായി കാണുന്നത്. ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തന്നെ സ്തോത്രം, ഇതാ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ പോകുന്നു. ആ ദേശം എങ്ങനെയുള്ളതെന്ന് ഒന്ന് കാണേണ്ടതിന് അവിടെ നമ്മൾ പോയാൽ യുദ്ധം ചെയ്താൽ ജയിക്കുമോ? അനാക്യ മല്ലന്മാരെ തോൽപ്പിക്കാൻ കഴിയുമോ? ആ പട്ടണം പിടിച്ചെടുത്താൽ നമുക്ക് പ്രയോജനമുള്ളതാണോ എന്നൊക്കെ ഒന്ന് സ്തോത്രം ഉറ്റുനോക്കാനായിട്ട് കാലേബിനെയും തിരഞ്ഞെടുത്തു. കാലേബിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് 12 പ്രഭുക്കന്മാരെയും കൂടെ സ്തോത്രം അവിടെ അയക്കുന്ന സമയത്ത്
12 പ്രഭുക്കന്മാരും വെളിയിൽ വന്നിട്ട് കാലേബിനോട് അല്ല യോശുവയോട് പറയുകയാണ്. സംഖ്യാപുസ്തകം 13:31 വാക്യം. നോക്കണമേ, 10 പേരുടെ അഭിപ്രായം, ആ ജനത്തിൻ്റെ നേരെ ചെല്ലാൻ നമുക്ക് കഴിയയില്ല. ഒന്ന് കണ്ടത്, അവർ നമ്മിലും ബലവാന്മാരാകുന്നു. മനസ്സിലായ? ഇവിടെ ദൈവം പറയുന്നു, എൻ്റെ ബലം ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ പെയ്യെ ജനം പറയുന്നു, അവരെ നോക്കിയിട്ട് പറയുന്നു, അവർ നമ്മിലും ബലവാന്മാരാണ്. അടുത്ത് നോക്കണമേ, എന്നിട്ട് ദുർവർത്തമാനം. പൗലൂസ് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾക്കറിയാമോ? ദുർവർത്തമാനം മുഖാന്തരം സദാചാര ബോധം കെട്ടുപോകും. പൗലൂസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞൊരു ദൂത. ആരെങ്കിലും ദുർവർത്തമാനം പറഞ്ഞാൽ അവൻ്റെ ബോധം അവന് നശിച്ചു പോകും. ഇതുവല്ല നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? നമ്മൾ കാണാത്തത്, നമ്മൾ കേൾക്കാത്തതായ കാര്യം, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാര്യം നമ്മൾ മറ്റൊരാളിനെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇന്ന് വരെ നമ്മളിത് ചിന്തിച്ചിട്ടാണോ പല കാര്യങ്ങളും അങ്ങ് പറയുന്നത്, ചാടി വീഴുന്ന? നമ്മളങ്ങ് പറയുക. പക്ഷെ തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നൂടെ നമ്മൾ വിലയിരുത്തണം. സദാചാര ബോധം കെട്ടുപോകും. അവർ വന്ന് ദുർവർത്തമാനം പറഞ്ഞു. ഞങ്ങൾ സഞ്ചരിച്ച ദേശം എങ്ങനെ ആരെ തിന്നു കളയും? നിവാസികളെ, അവിടെ ഉള്ളവരെ തന്നെ തിന്ന് സമ്പത്തുണ്ടാക്കി വെച്ചിരിക്കുന്നവരാണ് അവിടെ ഉള്ളവർ. അതായത് എളിയവനെ ഉപദ്രവിച്ച്, എളിയവൻ്റെ നന്മയെ കട്ടെടുത്ത്, എളിയവനോട് കിട്ടേണ്ട അവകാശത്തെ കൊള്ളയിട്ട് പണക്കാരും അല്ല സമ്പന്നരും ആയിരിക്കുന്ന ജനം, അങ്ങനെയുള്ള ജനത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി ചെന്നാൽ നമ്മളെ അവർ തിന്നുകളയേ ഉള്ളൂ. അടുത്ത നമ്മളവിടെ കണ്ടവരെല്ലാം തിന്ന് തടിച്ച് കൊഴുത്തിരിക്കുന്ന ജനത്തെയാണ് കണ്ടത്. ഇവരെ കീഴടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കാലേബ് പറയുന്ന ഒരു വിഷയമുണ്ട്. അതിൻ്റെ 30-ാം വാക്യം. എന്നാൽ കാലേബ് ജനത്തെ അമർത്തി. മോശ പോലും ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് കാലേബ് ദൈവജനത്തെ അല്ല ദുർവർത്തമാനം പറഞ്ഞവരെ അമർത്തിയിട്ട് അത് നാം ചെന്ന് നാം ഇവിടെ ഇരുന്നും കൊണ്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നാം അവിടെ ചെല്ലണം. ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? നാം അവിടെ ചെന്നാൽ മാത്രമേ നമുക്കതിനെ കൈവശമാക്കാൻ. ഇവിടെ ഇരുന്നു കൊണ്ട് അവിടത്തെ നോക്കിയിട്ട് പറയണം അവിടെ പെയ്യാ ശരിയൊന്നും ആവില്ല, അവിടെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല, അവിടെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അവിടെ ചലിക്കേണ്ട സ്വാതന്ത്ര്യം നമുക്ക് അവിടെ ചെല്ലാതെയാണ് പറയുന്നത്. നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, യെരിഹോ മതിലിനെ കുറിച്ച്. എന്താ പറഞ്ഞത്? യെരിഹോ മതിൽ എന്തിനാ കെട്ടിയത്? ഇസ്രായേൽ മക്കൾ അകത്തോട്ട് കയറാതിരിക്കാൻ. ഇപ്പം ഇസ്രായേൽ മക്കൾ ഇത് വാതിലിൻ്റെ അപ്പുറത്ത് നീക്കുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവരകത്ത് കയറാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ വാതിൽ വെച്ച് അടച്ചത്. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു?
പുറത്തോട്ട് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ഇറങ്ങിയവർക്ക് അകത്തോട്ട് കയറാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടം ആർക്ക് കൂടുതൽ? ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കെട്ടിയവർക്ക് ദൈവം ആപ്പടിക്കണ രീതി നിങ്ങൾക്ക് മനസ്സിലായ? അവൻ പുറത്തും ഇറങ്ങൂല, പുറത്തിറങ്ങിയ അകത്തും കയറില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് പുറത്ത് ഇവിടെ സുന്ദരമായിട്ട് സഞ്ചരിക്കാം. ഇത് അറിഞ്ഞിട്ട് വേണം ദൈവജനത്തിനെതിരെ മതിൽ കെട്ടാൻ. കെട്ടിയ നീ പൊളിയുന്നതല്ലാതെ ദൈവമക്കൾ പൊളിയില്ല. ഇതിനെല്ലാം നമ്മൾ ആല്യാസ്വദനം വചനം കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ഞാൻ ഇന്നലെ പറഞ്ഞു ഐക്യത. ഇസഹാക്ക് റെബേക്കയുടെയും കുടുംബത്തിൽ വന്ന ഐക്യത. ഐക്യതയിൽ കൂടെ കിട്ടിയ 6 അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞോ? ഇസഹാക്കിൻ്റെയും റെബേക്കയുടെയും വീട്ടിൽ വന്ന 6 അനുഗ്രഹങ്ങളെന്ന് പറ. അപ്പം ശരിക്കും ഐക്യതയെക്കുറിച്ച് ശരിക്കും പ്രാർത്ഥനയുണ്ട്. മനസ്സിലായില്ലേ? അയ്യോ, ആ വാക്യം പറഞ്ഞപ്പോൾ പാസ് എൻ്റെ ചങ്കിലിട്ടാണ് അടിച്ചത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിനപ്പുറത്തിരിക്കുന്ന അനുഗ്രഹത്തെ കൂടെ നീ എന്ത് ചെയ്യണം? ഇവിടെ കുടുംബത്തിൽ വന്ന 6 അനുഗ്രഹങ്ങൾ. 1, ക്ഷാമകാലം അവരുടെ വീട് സന്തോഷമായിരുന്നു, വിനോദമായിരുന്നു. 2, എല്ലാവരും വിതയ്ക്കുമ്പോൾ 30% നന്മയെ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇസഹാക്ക് വിതച്ചപ്പോൾ 100% നന്മയുണ്ടായി. 3, ഇസഹാക്കിൻ്റെ അടുത്ത് അമാലേക്യർ എന്ന് പറയണം, നീ ഞങ്ങളെക്കാൾ ബലവാനായി തീർന്നു. അവിടുത്തെ രാജാവിനേക്കാൾ ഇസഹാക്കിൻ്റെ കുടുംബത്തിനകത്തുള്ള ഐക്യതയാണ് ഇതിന് കാരണം. തമ്മിൽ എന്തില്ല, കുത്തുവാക്ക് ഇല്ല. നീ ഞങ്ങളെക്കാൾ ബലവാനായി തീർന്നു. 4, അപ്പൻ കുഴിച്ച കിണർ അവൻ വീണ്ടും കുഴിച്ചു. ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്താ. ശത്രു ഒരിക്കലും അപ്പൻ കുഴിച്ച കിണർ മണ്ണിട്ട് മൂടി. ഇനി ഒരിക്കലും നിനക്കോ നിൻ്റെ തലമുറയ്ക്കോ ഗുണം വരാതെ പോട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇസഹാക്ക് എന്ത് ചെയ്തു? 5, ഇസഹാക്കിൻ്റെ അടുത്ത് ഫെലിസ്ത്യർ ഷണ്ടയ്ക്ക് വന്ന് അവൻ പറഞ്ഞു, നീ എടുത്തോ. വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ആ കുടുംബത്തിനുണ്ടായി. എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുന്ന സ്വഭാവമല്ല, വിട്ടുകൊടുക്കാനുള്ള മനോഭാവം. 6, അവന് വർദ്ധിക്കാനുള്ള ഇടം ദൈവം കാണിച്ചു കൊടുത്തു. ഐക്യതയിൽ കൂടെ കിട്ടിയ 6 അനുഗ്രഹങ്ങൾ കേട്ടാ. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ കുടുംബത്തിൽ? അത് ഇന്നല്ലേ നമ്മളിത് മനസ്സിലാക്കണത്. ഇങ്ങനത്തെ അനുഗ്രഹം അവർക്ക് കിടന്നെന്ന് ഇന്നല്ലാതെ മനസ്സിലാക്കിയ എത്ര പേരുണ്ട്? അത് പഴയ നിയമമല്ലേ? മനസ്സിലായല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ വായിച്ചിട്ട് അക്കമിട്ട് എഴുതി വെച്ച്, കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഐക്യത തരണം, ഞാനും എൻ്റെ കുടുംബവും എന്നും സന്തോഷകരമായിരിക്കണം, ഐക്യതയിൽ കൂടെ കിട്ടിയ അനുഗ്രഹമാണത് എന്നൊക്കെ പറഞ്ഞ് ഒരു ആല്യാസ്വദനം ആ വചനങ്ങളിൽ 8, 12, 14 ഇങ്ങനെ അത് 26-ാം അധ്യായത്തിലുള്ളതാണ്. ടിക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ വചനത്തിലും കൈവച്ച് ചുമ്മാ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ആ വചനശക്തി നിന്നിൽ വെളിപ്പെടാൻ. കാലേബ് ഇവിടെ പറയണം, വിശ്വാസത്തോടെ പറയാണ്, നമുക്കവരെ കീഴ്പ്പെടുത്താൻ കഴിയും, ദൈവം നമ്മളോടുകൂടെയുണ്ട്. ഒരു വ്യക്തി സമ്പന്നനാകുന്ന വിശ്വാസത്തിലാണ്. ആലയത്തിനകത്ത് വന്നിട്ട് വിശ്വാസമില്ലെങ്കിൽ അവ എന്നും കുപ്പക്കുഴിയിൽ തന്നെ ഇരിക്കും. അല്ലേ? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ദരിദ്രരെ, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് നിങ്ങളെ വിശ്വാസത്തിൽ
സമ്പന്നന്മാരാക്കാൻ. നോക്കണമേ, ഇവിടെ സമ്പന്നരാക്കുകയും ചെയ്യും, രാജ്യത്തിൽ നിത്യരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി മാറ്റും. പക്ഷെ അതെന്തിൽ കൂടെ? വിശ്വാസത്തിൽ കൂടെ. വിശ്വാസം ഉണ്ടാകണം. ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ഇന്നതൊക്കെ ഉണ്ടാകും എന്ന വിശ്വാസം. അങ്ങനെ യൗവനകാലത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ദൈവം തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യമായിര് ഇന്ന് ഏറ്റവും കൂടുതൽ കുഴപ്പം വാർദ്ധക്യമുള്ളവർ, നമ്മൾ 60 കഴിഞ്ഞവർ. അവർ മറ്റുള്ളവർ പറയണ ഒന്നിനെ അംഗീകരിക്കില്ല. ഞാൻ പറയണതാണ് ശരി, എന്നെ ആ ഗണത്തിൽ കൂട്ടാം, കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞല്ല, പടി കഴിഞ്ഞല്ല. അപ്പോൾ ഞാൻ പറയും, എൻ്റെ വീട്ടിലാരെങ്കിലും എല്ലാം പറഞ്ഞാൽ, എൻ്റെ ഭാര്യ പറഞ്ഞാൽ, എൻ്റെ മോൻ പറഞ്ഞാൽ, മരുമോള് പറഞ്ഞാൽ പറയും, മിണ്ടായിരുന്ന ഞാൻ പറയണത് അങ്ങോട്ട്. ഈ സ്വഭാവം എന്തുകൊണ്ട് നമ്മളിൽ വന്നെന്ന് ചോദിച്ചാൽ, അല്ല, യൗവന കാലഘട്ടത്തിൽ ആലയത്തിൽ വന്നപ്പോൾ വിശ്വാസം ഇല്ലാതെ വായു നോക്കിയിരുന്നത് കൊണ്ട്. മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ഒരു വിശ്വാസമില്ല. എന്തറിയാം, നേരെ അവിടെ പ്രസംഗിക്കട്ടെ, എനിക്കെന്തറിയും എന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസിക്ക് വാർദ്ധക്യത്തിൽ അവർ സൗമ്യത ഉള്ളവരാകില്ല, നിർമ്മതരാകില്ല, ശാഠ്യതയുള്ളവരായിരിക്കും. അടുത്ത് കണ്ടാ, സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. കാര്യം ഇത് എപ്പോഴും ആലയത്തിൽ വന്ന് നമ്മളിതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ, കർത്താവേ എനിക്കൊരു 60 കഴിഞ്ഞ പ്രായം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് എനിക്ക് സുബോധത്തോടെ ജീവിക്കണം, അതുകൊണ്ട് ആലയത്തിൽ വന്ന വിശ്വാസത്തോടെ ജീവിക്കാൻ എപ്പോഴും ശ്രമിക്കണം. 60 മുമ്പ് അല്ലെങ്കിൽ ആർക്കും കീഴടങ്ങി കൊടുക്കൂല, ആരെയും വകവയ്ക്കില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് പറയാം, ദൈവവചനം വായിച്ച് അതിന് മുഖവില കൊടുത്ത് അതിൻ്റെ മർമ്മം ഗ്രഹിച്ച് അതിന് തൊക്കവണ്ണം ഒരു 60% ജീവിച്ചു പോകുന്നവൻ വാർദ്ധക്യത്തിലും ദൈവം ഫലം കാക്കി ഇടവെടുത്തും. ഇല്ലാത്തത് പണി പാളയും ചെയ്യും. മനസ്സിലായ? ഇവിടെ കാലേബ്, ഹല്ലേലൂയ സ്തോത്രം, പറഞ്ഞു. ഈ കാലേബിന് സംഖ്യാപുസ്തകം 14:24 വായര്. ആലയത്തിനകത്ത് വന്നിട്ട് പഴയ സ്വഭാവത്തിൽ ജീവിക്കരുത്, വേറൊരു സ്വഭാവം ഉണ്ടാകണം. വിശ്വാസമൊക്കെ നല്ലത് തന്നെ, വിശ്വാസത്തിൽ ഉറച്ചു, പക്ഷേ എങ്കിലും പഴയ സ്വഭാവം. അപ്പുറത്ത് ഒരു വഴക്ക് കേട്ട് ഓടണ സ്വഭാവമേ, കാലും എടുത്തും കൊണ്ട് ഓട്ടം, അവിടെ എന്തൊരു സംഭവിച്ചെന്ന് അറിയായി ഓട്ടം, അത് വേണ്ട. അവിടെ എന്ത് സംഭവിച്ചാലും നിനക്കുള്ളതല്ല. ലോത്തിനെ കുറിച്ച് അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷെ സോദോമിൽ തീ പൊങ്ങിയപ്പോൾ അബ്രഹാം ഓടി അവിടെ പെയ്യില്ല. അവിടെ എൻ്റെ സഹോദരൻ്റെ മകൻ ചത്തോ ജീവിച്ചോ, അവൻ്റെ നന്മ നഷ്ടപ്പെട്ടോ എന്നറിയാൻ പോയോ? പിന്നെ നമുക്കെന്തൊരു ഓട്ടം? അവിടെ എന്ത് സംഭവിച്ചെന്നറിയാൻ നമുക്കെന്തൊരു വെപ്രാളം? അവൻ തിരിച്ച് അവൻ്റെ വീട്ടിൽ പോയി. അപ്പം വേറൊരു സ്വഭാവം നമുക്കുണ്ടാകണം. ഇത് മനസ്സിലായ? ആ സ്വഭാവത്തിൽ, പഴയ സ്വഭാവത്തിൽ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ല ഒന്നിത്തിരി വീശ എടുത്ത്, ഒന്നിത്തിരി വെള്ള ഉടുപ്പിട്ട്, ഒന്നിത്തിരി കമ്മലും മാലയും മാറ്റി, ഒന്ന് വെള്ള സാരി ഉടുത്തു,
സ്വഭാവം ഏത് തന്നെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചൊറിയണം പിഴുത് വേറൊരു സ്ഥലത്ത് കൊണ്ട് നട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചൊറിയണത്തിൻ്റെ സ്വഭാവം മാറുമോ? അതേപോലെ വെള്ളയും വെള്ളം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വഭാവം മാറിയില്ലെങ്കിൽ നമ്മൾ ചൊറിയണം തന്നെ. വേറൊരു സ്വഭാവം അവന് വന്നപ്പോൾ ദൈവം പറഞ്ഞത്, ആവർത്തനം 1:36, ആര് വേഗത്തിൽ നോക്കണമേ. അവൻ വിശ്വാസത്തിൽ ഉറച്ചു, അവന് വേറൊരു സ്വഭാവം വന്നു. അതുകൊണ്ട് മറ്റാരും കാണാത്തത് അവൻ കാണും. മറ്റാരും കാണാത്തത് അവൻ കാണും. മോശയ്ക്ക് കാണാൻ കഴിയാത്തത് അവൻ കാണും. മോശയ്ക്കൊരു കുഴപ്പമുണ്ട്. എന്താ മോശയ്ക്ക് പറ്റിയ കുഴപ്പം? ജനത്തിൻ്റെ താല്പര്യം അനുസരിച്ച് പുള്ളി എന്ത് ചെയ്ത് പാറയെ കയറി അടിച്ച്. ജനത്തിൻ്റെ താല്പര്യത്തിനൊത്ത് ശുശ്രൂഷിക്കേണ്ടതല്ല ദൈവത്തിൻ്റെ വഴി. ചിലർ പറയും, ഓ പാസ്റ്റർ അത്രയും കടുപ്പിച്ച് കയറ്റി പറയണ്ടായിരുന്നു. നിന്റെ ഇഷ്ടത്തിന് ശുശ്രൂഷിക്കേണ്ടതല്ല ദൈവവചനം, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ശുശ്രൂഷിക്കേണ്ടത്. അങ്ങനെ ജനത്തിൻ്റെ താല്പര്യത്തിന് ശുശ്രൂഷിച്ച മോശയ്ക്ക് കാണാൻ കഴിയാത്തത് കാലേബേ നിനക്ക് കാണാൻ കഴിയും. കാരണം നിനക്ക് വേറൊരു സ്വഭാവമുണ്ട്. ജനത്തിൻ്റെ ഇഷ്ടത്തിനല്ല ശുശ്രൂഷിക്കുന്നത്. 2, നീ കാൽ ചവിട്ടിയ സ്ഥലം നിന്റെ മക്കൾ അവകാശമാക്കും. മനസ്സിലായ? യോസേപ്പിന്റെ മക്കൾക്ക് അവകാശം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യോസേപ്പിന്റെ മക്കൾക്ക് അവകാശ ഭൂമി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പറ. യോസേപ്പിന്റെ ശരീരം അടക്കണം. യോസേപ്പിന്റെ ശരീരം അടക്കിയ ഭൂമിയാണ് യോസേപ്പിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തത്. അപ്പൊ യോസേപ്പിന്റെ മക്കളുടെ അപ്പന്റെ ശരീരം അവിടെ അടക്കിയാലേ അവന്റെ മക്കൾക്ക് അവകാശമായി. ചില വാഗ്ദത്തങ്ങൾ കിടക്കണത്. എന്നാൽ യോശുവ അങ്ങനെയല്ല. ഹല്ലേലൂയ ചെയ്യുന്നു. അവന്റെ അവകാശ ഭൂമിയിൽ യോശുവ അടക്കി. ഇതൊക്കെ നിങ്ങൾ കല്ലറകൾ കേട്ടുമ്പം അടക്കണതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം വേദപുസ്തകത്തിൽ. രഹബയാവിൻ്റെ മോൻ കല്ലറയും വെട്ടി കാത്തിരുന്നു, പക്ഷെ അവിടെ അടക്കിയില്ല. അടക്കാൻ ജനം സമ്മതിച്ചില്ല. മനസ്സിലായി? ഇതൊക്കെ വിശ്വാസത്തിൽ പറഞ്ഞതാണ്. പക്ഷെ ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോയാൽ നിങ്ങൾ ഒരുപാട് ചിന്തയിലേക്ക് ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. അടുക്കള പൊളിച്ചടക്കിയിട്ടുള്ള രാജാവുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. അവരുടെ വിശ്വാസം, എൻ്റെ അപ്പൻ്റെ കല്ലറ എവിടെ കൊണ്ടുപോകാൻ പാടില്ല, തോഫാത്ത് താഴ്വരയിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അടുക്കള പൊളിച്ച് അടക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എളുപ്പം, പള്ളിയിലൊരു സെമിത്തേരി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? വേണമെങ്കിൽ നമ്മൾ പറയും, ഓ ഈ സെമിത്തേരിയിൽ ആദ്യമായിട്ട് വെക്കാനുള്ള ഭാഗ്യം ഈ അപ്പച്ചനാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ശാപമായ ശരീരം കൊണ്ടുവയ്ക്കാനുള്ള ഭാഗ്യം ഈ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കാലേബിനോട് പറഞ്ഞു, മോശയ്ക്ക് കാണാൻ കഴിയാത്തത് നിന്റെ വിശ്വാസത്തിലും നിന്റെ വേറൊരു സ്വഭാവത്തിൽ കൂടെ നിനക്ക് ലഭിക്കും. അത് നിന്റെ തലമുറ അവകാശമാക്കും.
ഇതിന് കാരണം എന്തെന്നറിയാമോ? യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം ഒന്നെടുത്തേ. 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വരും. നോക്കണമേ, ഒന്ന് വേറൊരു സ്വഭാവം എന്ന് പറയുന്നത് 40 വയസ്സ് യൗവനം. അവൻ്റെ ഇഷ്ടപ്രകാരമല്ല വന്ന് സംസാരിച്ചത്, പിന്നെയോ മനോബോധപ്രകാരം. മനസ്സിൽ ദൈവം കൊടുത്ത ബോധത്തിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ 40-50 വയസ്സിനകത്ത് വെച്ച് നമുക്കിതുപോലെ ചോരയൊക്കെ തിളച്ച് നീക്കണം സമയത്തെ അങ്ങനെയല്ല, ഇങ്ങനെയൊന്ന് ചാടി വീഴുന്ന പറയാനുള്ള സ്ഥലമല്ല ഇവിടം. മനസ്സിനകത്ത് ദൈവം തരുന്ന ആലോചനയെ പറയാനുള്ള സ്ഥലമാണ്. അവൻ മനോബോധപ്രകാരം മറുപടി പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ആലയത്തിനകത്ത് വഴക്കുണ്ടാക്കുന്ന ഒരുത്തനും ഒരുത്തൻ്റെ കുടുംബവും ഗുണം പിടിക്കില്ല. കാര്യം ഇതിനകം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്ന ഉത്തമഗീതത്തിൽ പറയുന്നത്, ഞാനും എൻ്റെ പ്രിയനുമായിട്ട് പ്രേമത്തിൽ രമിച്ചിരിക്കുമ്പോൾ കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ, എൻ്റെ പ്രിയൻ്റെ പ്രേമത്തിൽ നിന്ന് എന്നെ ഉണർത്തരുത്. ഇവിടെ ഒരു അവശബ്ദം പറയുന്നവൻ കുറുക്കനാ, കുറുക്കൻ. ആ കുറുക്കനെ നമ്മൾ ആരും വീട്ടിലിട്ട് വളർത്താറ് ഉണ്ടോ? അടിച്ച് പുറത്താക്കേ ഉള്ളൂ. ഒരു സഭയും സഭയ്ക്കകത്ത് ഉടക്കുണ്ടാക്കുന്നവനെ ദൈവം അടിച്ച് പുറത്താക്കും. ഹല്ലേലൂയ, സ്തോത്രം. മനോബോധപ്രകാരം അവൻ മറുപടി പറഞ്ഞു. നോക്കണമേ, മറ്റുള്ളവരെല്ലാം ജനത്തിന്റെ ഹൃദയം ഉറച്ചു നിന്ന ഹൃദയത്തെ എന്ത് ചെയ്തു? ഗുരുകുമാറാക്കി. കാരണം കാലേബിന് ഈ മറുപടി പറയാൻ പറ്റിയത്, അവൻ ദൈവത്തോട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? പറ്റി നിന്നു, പൂർണ്ണമായിട്ട് പറ്റി നിന്നു. നോക്കണമേ, ദേശം കണ്ടിട്ടില്ല, ദേശം അറിഞ്ഞൂടാ. പയറ്റുവിളയാണോ, ഉച്ചക്കടയാണോ, ബാലാരാണോ, മംഗലത്തോണോ ആണോ, അല്ലേ? വലിയ കലുങ്കാണോ, നെല്ലിമൂടാണോ, മരുതൂർ കോണമാണോ, കോട്ടുകാൽ കോണമാണോ, വട്ടവിളയാണോ, ഒന്നും കണ്ടിട്ടില്ല. എവിടെയാണെന്ന് കണ്ടിട്ട്, പക്ഷെ നീ എവിടെ ചെന്ന് കാല് വയ്ക്കണോ, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ് നീ എവിടെ പോയി കാല് വയ്ക്കണോ, അത് നിനക്ക് അവകാശമായി ഞാൻ തരും. അത് ഞാൻ നിന്റെ തലമുറയ്ക്കും അവകാശമായി കൊടുക്കും. പിടികിട്ടിയാ? എടാ, നീ ദേശം അന്വേഷിച്ച് നടക്കണ്ട, നീ ദേശത്തെ തിരഞ്ഞു നടക്കണ്ട. എവിടെ എനിക്ക് താമസിക്കാൻ പറ്റും, എവിടെ എനിക്ക് പോകാൻ പറ്റും, എവിടെ താമസിച്ചാൽ എനിക്ക് സ്വസ്ഥത കിട്ടും, എവിടെ താമസിച്ചാൽ എനിക്കൊരാവശ്യം വന്നാൽ 10 പേര് കൂടും എന്ന് പറഞ്ഞ് നീ നടക്കണ്ട. നീ എവിടെ കാല് വയ്ക്കണോ, അത് ഞാൻ നിനക്ക് അവകാശമായി തരും എന്ന് ആര് പറഞ്ഞത്? മോശ പറഞ്ഞു. മോശയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഇവരെ കൊണ്ടുപോകണം. അന്ന് മോശ പറഞ്ഞ വാക്കായത്. പക്ഷെ മോശയ്ക്ക് കാണാമത്തില്ല, കാലേബ് കണ്ട്. പിടികിട്ടിയ? അത് മോശയുടെ കാലേബ് പറ്റി നിന്നതുകൊണ്ട്. അടുത്ത് കണ്ടാ, ഇത് എത്രാമത്തെ വയസ്സിൽ? 40 വയസ്സ്. ഇപ്പം 45 വയസ്സായി. നമ്മുടെ BC ചെറിയാൻ പാസ്റ്റർ പറഞ്ഞു, ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ 40 വർഷമാകുന്നു ശുശ്രൂഷയിൽ. എന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് സഭയിലെ മക്കൾക്ക് കൊടുത്തൊരു ദൂതുണ്ട്. മക്കളെ, അമ്മയപ്പന്മാർ
കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ. നിങ്ങൾക്കിന്ന് സഭായോഗത്തിനും സൺഡേ സ്കൂളിനും യൂത്ത് മീറ്റിങ്ങിനും ഒന്നും വരാൻ സമയമില്ല. ഞാൻ 40 വർഷം തേച്ചു. ആദ്യം ഇവിടെ വന്നപ്പോൾ അടി കൊണ്ട് എന്നെ ഓടയിലെടുത്തിട്ടിരുന്നു. അത് സഹിച്ച് ഞാൻ നിന്നതുകൊണ്ടായി എനിക്കിന്ന് റെസ്റ്റില്ലാത്ത ശുശ്രൂഷ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും സൗദിയിലും കുവൈറ്റിലും ഒക്കെയും സഭായോഗത്തിന് ഓൺലൈൻ വഴിയായിട്ട് ശുശ്രൂഷ ചെയ്ത ദിവസങ്ങളുണ്ട്. ദൈവം മാനിച്ചു. അതേപോലെ മക്കളെ, ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നവനെ ദൈവം മാനിക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ സഭയിൽ യുവാക്കളില്ല. ഇപ്പം വിശ്വാസം കണ്ട അപ്പൻ്റെയും അമ്മയുടെയും മക്കൾ ഇന്ന് എന്തില്ല? വിശ്വാസത്തിൽ പണം കൂടിപ്പോയി, നന്മ കൂടിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. വിശ്വാസത്തിൽ മക്കളെ നിലനിർത്തുക. ഇവിടെ കാലേബ് പറയുന്നു, അന്ന് വാഗ്ദത്തം കേട്ടപ്പോൾ 40 വയസ്സായിരുന്നു എനിക്ക്. ഇപ്പം എനിക്ക് 85 വയസ്സുണ്ട്. 45 വർഷം കഴിഞ്ഞ് ഞാൻ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനോട് പറ്റി നിന്നുകൊണ്ട് മറ്റാർക്കുമില്ലാത്തൊരു സ്വഭാവത്തിൽ ഞാൻ ജീവിച്ചു. പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ചോണ്ട് ഞാൻ വാഗ്ദത്തം കേട്ടതിൻ്റെ അന്നു മുതൽ ദൈവത്തോട് ഞാൻ പറ്റി നിന്നു. അത് മാത്രമല്ല, എൻ്റെ പഴയ സ്വഭാവത്തിലല്ല ഞാൻ ജീവിച്ചത്, വേറൊരു സ്വഭാവത്തിൽ. അതിന് കാലേബ് പറയുന്നു, എടാ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കാൽ വെക്കുന്ന ഭൂമി എനിക്ക് അവകാശം. അവിടെ എത്ര വലിയ മല്ലന്മാരുണ്ടെങ്കിലും നീ എനിക്ക് അവകാശമായി താ. ഞാനതിനെ വെട്ടിപ്പിടിക്കും. കാരണം എനിക്ക് 85 വയസ്സുണ്ട്. പക്ഷെ എനിക്ക് അന്നത്തെ ബലം ദൈവം ഇന്നും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അന്നത്തെ ബലം. പ്രിയ ദൈവമക്കളെ, ഒരു സ്ട്രോക്ക് വന്നെന്നോ ഒരു ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് വന്നെന്നോ പറഞ്ഞുകൊണ്ട് അന്നത്തെ ബലം നമ്മളിൽ നിന്ന് ദൈവം കുറയ്ക്കുന്നില്ല. ആ സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള ബലം, ആ ഹാർട്ടിന് കംപ്ലൈൻറ്റിന് വരുന്നതിന് മുമ്പുള്ള ബലം. വിശ്വാസം ഉണ്ടോ? ഉണ്ടോ നിങ്ങൾക്ക്? അതിനു മുമ്പുള്ള ബലം, ഇന്നത്തെ ബലമല്ല. വന്നതിന് ശേഷമുള്ള ബലമല്ല, വരുന്നതിന് മുമ്പുള്ള ബലം. എനിക്കിന്നും ഉണ്ട്. ആ ബലം എന്ന് പറയുന്നത് തലമുറയാ. കാലേബ് അതങ്ങ് വാങ്ങിച്ചു. ആ ഭൂമി എന്ത് ചെയ്തു? ഞാൻ വെട്ടിപ്പിടിച്ചോളാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. കാലേബ് യുദ്ധത്തിനൊന്നും പേരില്ല. കാലേബ് ഒറ്റ പ്രസ്താവന ഇറക്കി, ഈ ഭൂമി ആര് ജയിച്ചടക്കി പറഞ്ഞോ അവൻ എൻ്റെ ബോളെ അങ്ങ് കൊടുക്കും. കാലേബ് യുദ്ധം ചെയ്താ. അപ്പം കാലേബിൻ്റെ ബലം ഏത്? മക്കള്, ഞാൻ പറയണതിനപ്പുറം ചലിക്കില്ല. ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഇവിടെ ഇരിക്കും. ഇനി ഒരു ആല്യാസ്ത്രം ചെയ്യുന്നു. പണ്ട് രാജാവ് എന്നെ മോളെ വിവാഹം ചെയ്ത് കൊടുക്കണം, ഏറ്റവും വലിയ മടിയനായിരിക്കണമെന്ന്. അവന് സൗന്ദര്യമുണ്ടോ എന്തിട്ടൊന്നും അറിഞ്ഞൂടാ. ഒരു ചെരുപ്പ് കുത്തി എന്ത് ചെയ്ത് പെയ്യിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് എഴിക്കാൻ പോലെ എനിക്ക് വയ്യ, ഞാൻ മടിച്ചിരിക്കുന്നത്. അവന് കെട്ടിക്കൊടുക്കേണ്ടി വന്നു. ആ മോള് സമ്മതിച്ച്. നമ്മളെ മക്കൾ ഇന്ന് സമ്മതിക്കുമോ? കാണണം, ഇഷ്ടപ്പെടണം, ചാറ്റ് ചെയ്യണം, ചീറ്റ് ചെയ്യണം, എന്തല്ല. ഇവിടെ കാലേബ് വളർത്തിയത് അങ്ങനെ ഒറ്റ പ്രസ്താവന.
നോക്ക്, ഒരുത്ത ആല്യാസ് ഒന്നേൽ ജയിച്ചു വന്നപ്പോൾ 5 രൂപ കാലേബ് മോളെ കല്യാണത്തിന് വേണ്ടി ചെലാക്കിയ. പറ, ഇങ്ങോട്ട് പറ. 5 രൂപ മോളെ കല്യാണത്തിന് വേണ്ടി കാലേബ് ചെലാക്കിയ. ഇങ്ങോട്ട് നോക്കിയിട്ട് ഉത്തരം പറ. അവൻ ജയിച്ചു വന്ന് മോളെ പിടിച്ച് കയ്യിൽ കൊടുത്ത് കൊണ്ടുപോ. ആ ഭൂമി ആര്? കാലേബിൻ്റെതാ? കാലേബ് പൈസ കൊടുത്ത് വാങ്ങിച്ചതാ? ആണ്. ദൈവം കൊടുത്ത ഭൂമിയിൽ കാലേബിന് എന്തൊരു അവകാശം? സ്ത്രീധനം കൊടുക്ക ആര് ഭൂമി കൊടുത്ത്? ദൈവം കൊടുത്ത്. ഞാൻ പറയാം, വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കില്ല സ്ത്രീധനം കൊടുക്കാൻ. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മക്കൾക്കാണ് ഈ ബുദ്ധിമുട്ട്. ഈ വചനമൊക്കെ വായിച്ചിട്ട് അങ്ങോട്ട് വിശ്വാസത്തിൽ ഉറച്ചു നില്ലേ. 1 രൂപ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി വന്നില്ല. പക്ഷേ 12 ഗോത്രങ്ങളിലുള്ളവർ കെട്ടിക്കൊടുത്തതിനേക്കാളും സ്ത്രീധനം കൊടുത്തതാര്? കാലേബ്. ഇവിടെ കിട്ടിയാ? കാലേബ് കൊടുത്തു. ഇനിയുള്ള അനുഗ്രഹം പറഞ്ഞുതരാം. വിശ്വാസത്തിൽ കാലേബ് ബലപ്പെട്ടപ്പോഴുള്ള അനുഗ്രഹം. 15 അധ്യായം യോശുവയുടെ പുസ്തകം 15 അതിൻ്റെ 18 ആയിരം നോക്കണമേ. സ്ത്രീധനം ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ദൈവം കൊടുത്ത ഭൂമിയാണ്. കിരിയത്ത് അപ്പം ആര് കൊടുത്തത്? ദൈവം കൊടുത്തത്. അവന് സ്ത്രീധനം കൊടുത്തിട്ടില്ല. കൊടുക്കാതെ നിന്നപ്പോൾ അവൾ വന്നിട്ട് പറയണം, അപ്പാ നീ എന്നെ തെക്കേ നാട്ടിലോട്ടല്ല അയച്ചത്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഉറവ ഇല്ല. ആര് പുറകെ നിന്ന് തള്ളി? ഒന്നിയാൽ പുറകെ നിന്ന്. എടി, എൻ്റെ അപ്പനോട് ചോദിച്ചാൽ കിട്ടി. ഞാൻ ഗുണമില്ലാത്തവനാണ്. കാരണം എനിക്ക് യുദ്ധം ചെയ്യാൻ മാത്രമേ അറിയാവൂ. അവകാശം ഞാനൊന്നും നേടി വച്ചിട്ടില്ല. പക്ഷെ നിൻ്റെ അപ്പൻ്റെ പക്കൽ അനേക അവകാശങ്ങളുണ്ട്. അതിൽ നിന്ന് നീ ചോദിച്ചാൽ അപ്പം തരും. കാരണം നിന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട്, അത്ര ലാളിക്കുന്നുണ്ട്, അത്രമേൽ നിൻ്റെ മേൽ വിശ്വാസം അപ്പം വെച്ചിരുന്നത് കൊണ്ടാണ് പറഞ്ഞത്, എന്നെ കാണാതെ നിന്നമായിട്ട് വിവാഹബന്ധം ഉറപ്പിച്ചത്. എന്നെ കണ്ടില്ല, നിന്റെ അപ്പം കണ്ടില്ല, നീ കണ്ടില്ല, കാണാതെ എന്നോട് വിവാഹബന്ധം ഉറപ്പിച്ചത് നിന്റെ അപ്പൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമുള്ള നിന്റെ അപ്പൻ്റെ പക്കൽ എനിക്ക് തരാനുള്ള നന്മ ഉണ്ട്. ഇല്ലേ? അവൾ പറഞ്ഞു, 1 ഉറവ അപ്പ, എനിക്ക് 1 ഉറവ. അപ്പ എന്ത് ചെയ്തു? 2 കൊടുത്ത്. എടാ, വിശ്വാസമുള്ള അപ്പനെ, ദൈവത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയണ അപ്പനെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആ അപ്പനും മക്കൾ വന്ന് ഒന്ന് ചോദിച്ചാൽ 2 കൊടുക്കാനുള്ള അനുഗ്രഹം ദൈവം കൊടുത്തിരിക്കും. നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിലനിൽക്കുന്നു എങ്കിൽ, എൻ്റെ കർത്താവ് ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന, ഇന്ന് വരെയും. ഹല്ലേലൂയ സ്തോത്രം. നീ വിശ്വാസത്തിൽ നിലനില്ല. നിന്റെ തലമുറയ്ക്ക് 1 പകരം 2 കൊടുക്കാനുള്ള നന്മ ദൈവം നിനക്ക് തരും. ദൈവം തരും. അത് മാത്രമാണോ? വിശ്വാസിയുടെ മക്കള്, വിശ്വാസത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബത്തിലുള്ള അപ്പനും അമ്മയും നല്ല വിശ്വാസത്തിലിരിക്കുന്ന ഒരു കുടുംബത്തിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ എങ്ങനെ ദൈവം അനുഗ്രഹിക്കും? പറ. ഇന്ന് അളന്നോളണം നിങ്ങളുടെയൊക്കെ വിശ്വാസം. ഇന്ന് അളന്നോളണം. പെൺകുട്ടികൾക്കുള്ള അനുഗ്രഹമാണ് ഞാൻ ഈ പറയുന്നത്. സദൃശവാക്യം 31 വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? എടുക്കാതെ പറ.
വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? മക്കളെ കെട്ടിക്കൊടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? ആ, ഒന്ന്, ഒരാളെ ഉള്ള. പെൺമക്കളെ കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരാളെ ഉള്ള. ബാക്കി ആരുമില്ലേ? കെട്ടിക്കൊടുക്കണതിന് 40 ദിവസത്തേക്ക് മുമ്പ് ഈ ഒരു വാക്യം പ്രാർത്ഥിച്ചിട്ടുണ്ടാന്ന് നോക്കാം. സാർഷ്യവാക്യാണ് 31 അതിൻ്റെ 23 വാക്യം വായിര്. മതി മതി. എൻ്റെ മോളെ കെട്ടിക്കൊടുക്കണം. കർത്താവെ, അവൻ കൂലിവേല ഇല്ലാത്തവനാണെങ്കിലും പട്ടണവാതിക്കലിരിക്കുമ്പോൾ അവൻ പ്രസിദ്ധനായി മാറണമെന്ന് പെമ്മക്കളെ കെട്ടിക്കൊടുത്തിട്ടുള്ള എത്ര അപ്പനും അമ്മയും 40 ദിവസത്തേക്ക് മുമ്പെങ്കിലും, കല്യാണത്തിന് 40 ദിവസത്തേക്ക് മുമ്പെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പറ. ജീസസ് ആലോചിക്കുകയാണ്, ഇങ്ങനെയുണ്ടോ വാക്യമെന്ന്. കല്യാണത്തിന് ലെറ്റർ അടിക്കാൻ എന്ത് ബഹളം, ആളെ വിളിക്കാൻ എന്ത് ബഹളം, അത് ഏറ്റവും വലിയ പെര ബുക്ക് ചെയ്യാൻ എന്ത് ബഹളം, ടീ പാർട്ടിക്ക് സാധനം കൊടുക്കാൻ എന്ത് ബഹളം. പക്ഷെ നീ പ്രാർത്ഥിച്ച നിന്റെ മോളെ കെട്ടിക്കൊണ്ടു പോകുന്നവൻ ഒന്നിലും കുറവില്ലാത്തവനായി പട്ടണവാതിക്കലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ തല ഉയർത്തി നിൽക്കുന്നവനായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇനി കാലേബിലേക്ക് മടങ്ങി വരാം. കാലേബ് പെണ്ണൊക്കെ അക്ഷയെ കെട്ടിക്കൊടുത്തു. കാലേബിന് എന്തില്ല? ഒരു ജോലി ഉണ്ടായിരുന്നു. കാലേബിനൊരു ജോലി, ഒന്നിയലിനൊരു ജോലി ഉണ്ടാ? ഇല്ല, ഒരു ജോലിയില്ല. കെട്ടിയിങ്ങോട്ട് വന്നു. വായര് ന്യായാധിപന്മാരുടെ പുസ്തകമാണ് 3-ാം അധ്യായം 9-ാം വാക്യം വായര്. നോക്ക്, 12 ഗോത്രങ്ങളിലും ഉള്ള പുരുഷന്മാർ കിടക്കുമ്പോൾ ദൈവം നിലവിളിച്ചപ്പോൾ കാലേബിന്റെ മരുമോനെ ദൈവം രക്ഷകനായി. എന്തേ ലേവിയുടെ മോനെ എഴുന്നേൽപ്പിച്ചില്ല? എന്താ യോസേപ്പിന്റെ മരുമോനെ എഴുന്നേൽപ്പിച്ചില്ല? എന്താ മോശയുടെ മോനെ എഴുന്നേൽപ്പിച്ചില്ല? എടാ, അപ്പന് വേറെ സ്വഭാവമുണ്ട്. അപ്പൻ ദൈവത്തോട് പറ്റി നിന്നു. അതുകൊണ്ട് തൻ്റെ മകളുടെ ഭർത്താവിനെ എന്ത് ചെയ്തു? ദൈവം എഴുന്നേൽപ്പിച്ചത് മാത്രമാണ്. വായിക്കേ സിസ്റ്ററെ. അവൻ അവനെ രക്ഷിച്ചു. 2 രക്ഷകനായി ഉയർപ്പിച്ചു. 2 യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. പദവി ഉദ്യോഗമില്ലാത്തവന് പദവി പിടികിട്ടിയാ? അയ്യോ, എൻ്റെ മോളെ കെട്ടിയവന് ഒരു ജോലിയില്ല എന്ന് പറഞ്ഞു വെറുതെണ്ടിരിക്കണം. എന്നെ പിടിച്ച് കുരിച്ചേർത്തി ഇടിക്കണം. കാരണം നിനക്ക് വിശ്വാസം ഉണ്ടാ? നീ ദൈവസഭയിൽ എങ്ങനെ ആയിരുന്നു? വിശ്വാസത്തോടെ ആയിരുന്നോ നീ? കാലേബിന്റെ മകളെ കെട്ടിയവനെ ദൈവം 3 പദവി കൊടുത്തു. രക്ഷകനാക്കി, ആത്മാവിനെ കൊടുത്തു, ന്യായാധിപനാക്കി. പ്രിയ ദൈവമക്കളെ, വിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. വെറുതെ കയറി വിശ്വസിക്കാനല്ല പറഞ്ഞത്. പറ്റി നിൽക്കത്തക്ക വിശ്വാസം, മറ്റൊരു സ്വഭാവത്തിലുള്ള വിശ്വാസം. അയ്യോ, എൻ്റെ കുടുംബക്കാരെ അത് അവിടെ ഇട്ട് അടിക്കണം. ബൈബിളും എടുത്തോണ്ട് ഇറങ്ങിയതാണ്. എവിടെ പോയി? മീറ്റിങ്ങിന് പോയി. നില്ലേ, നീ ബൈബിൾ പിടിച്ചോ, ഞാൻ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരട്ടെ. നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉടുപ്പ് മുഴുവൻ രക്തക്കറയായിട്ട് വന്ന്. പഴയ സ്വഭാവം ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല. കാലേബിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നെന്ന്.
സ്വഭാവം അവന്റെ തലമുറയെ ദൈവം മാനിച്ചു. അല്ലാതെ നിന്റെ പഴയ സ്വഭാവം വെച്ചുകൊണ്ട് ആലയത്തിനകത്ത് കയറി വന്ന നിന്റെ തലമുറയ്ക്കാണ് ദോഷമെന്ന് നീ മനസ്സിലാക്ക്. നീ മനസ്സിലാക്കി പ്രവർത്തിയിര്. ഹല്ലേലൂയ, സ്തോത്രം. രാജാവ് മാത്രമല്ല സന്തോഷിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവജനത്തിന് സന്തോഷിക്കാനുള്ള വക ദൈവം തിരുവചനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവചനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2 പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. 2 പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന എഫെസ്യർ 1:18-19. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള വിളിയാലുള്ള ആശ, ദൈവത്തിൻ്റെ ആശ എന്തെന്ന് നീ അറിയണം. എന്തറിയണം? നമ്മളെക്കുറിച്ചുള്ള ആശ എന്തെന്ന് നീ അറിയണം. അടുത്ത, വിശുദ്ധിയോട് ജീവിച്ചാൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്താണെന്ന് നീ അറിയണം. എല്ലാവർക്കും അല്ല, വിശുദ്ധന്മാർക്കുള്ള അവകാശം. അതൊക്കെ പഠിക്കണമെങ്കിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമൊക്കെ എടുത്ത് വായിച്ച് പഠിക്കണം. മനസ്സിലായില്ലേ? അവൻ്റെ ബലത്തിൻ്റെ വല്ലഭരത്വത്താൽ വ്യാപരിക്കുന്ന ശക്തി എന്തെന്നറിയണം. മൂന്നാമത്, ദൈവത്തിൻ്റെ ബലത്തിൽ വ്യാപരിക്കുന്ന, വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് നീ അറിയണം. 3, 4. ശക്തി എന്തെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിന് അളവറ്റ വലിപ്പം. ഈ വലിപ്പം അറിഞ്ഞത് ആരാണ്? ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കർത്താവിൻ്റെ അളവറ്റ വലിപ്പത്തിൻ്റെ ശക്തി അറിഞ്ഞ ഒരു വ്യക്തിയെ പറ. മറിയ. അല്ലാതെ ആര്? മറിയ. കല്ലറയിൽ വെച്ച് 4 ദിവസമായി. ജീവിക്കുമോ? മരിച്ചെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിരുന്നാലും 16 മണിക്കൂർ വരെ ചൂട് നിലനിൽക്കും. ആ ചൂടിൽ ചിലപ്പോൾ വന്ന് വിടുന്ന വീണ്ടും എന്ത് ചെയ്യും? ചിലപ്പോൾ അങ്ങ് ജീവിക്കും. അതുകൊണ്ടാണ് 16 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടക്കാനെന്ന് പറയണത്. നമ്മളതൊന്നും നോക്കില്ല, നമ്മളൊക്കെ സമയമില്ല. പെട്ടെന്ന് ചവിട്ടി കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പോകണം. പക്ഷേ ഇവിടെ കഴിഞ്ഞ 4 ദിവസമായി. 3 ദിവസം കഴിഞ്ഞാൽ ശരീരം ജീർണിക്കും. ഇവിടെയാണ് മറിയ വന്ന് പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ കല്ലറയിൽ പോകില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ശരീരം ജീർണിക്കില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ നിന്ന് ശ്വാസം വേർപെടില്ലായിരുന്നു. നീ ഇവിടെ ഇല്ലാത്തതാണ് ഈ 3 കാരണത്തിനും കാര്യമായത്. അതിനെന്ത് കർത്താവ് പറഞ്ഞല്ല, ഞാൻ ഇവിടെ വന്നല്ല, ഇനി ഈ 3 കാര്യവും ഞാൻ തിരിച്ചു തരും. വന്നില്ലേ? ഞാൻ വന്നല്ല, ഇത് 3 ഞാൻ തിരിച്ചു തരാമല്ല. അവനെ വെച്ചത് എവിടെയെന്ന് കാണീര്. കൊണ്ടുപോയി 3 കാര്യമെന്ന് കർത്താവ് എന്ത് ചെയ്ത്? പിശാച് എടുത്തത്, അല്ലെങ്കിൽ ദൈവം അധികാരം കൊടുത്തിട്ട് അവൻ്റെ പ്രാണനിൽ തൊട്ടതിനെ ദൈവം എന്ത് ചെയ്തു? തിരിച്ചങ്ങ് കൊടുത്തപ്പോൾ ആരെടുത്തതാണ് കൊടുത്തത്? ദൈവം അധികാരം കൊടുത്തിട്ട് പിശാച് തൊട്ടതിനെ തിരിച്ചു കൊടുത്തു. പക്ഷെ വേറെ ചിലത് അവിടെ ഉണ്ടാ? വായര് 43-ാം വാക്യം, 11:43 വായര്. ആരെടുത്തത് തിരിച്ചു കൊടുത്ത്? ദൈവം അധികാരം കൊടുത്തിട്ട് പിശാച് എടുത്തത് തിരിച്ചു കൊടുത്ത്. പക്ഷേ ഇതാര് കെട്ടിയത്? ഇതിൽ തൊട്ടില്ല കർത്താവ്. തൊട്ടെങ്കിൽ അകത്തന്നെ കെട്ടും അഴിച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു?
ഇത് നീ ചെയ്തതല്ലേ. എടാ, എൻ്റെ വാദം അവിടെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിശാചും ദൈവവും തമ്മിലുള്ള വാദം ഇത്രേ ഉണ്ടായിരുന്നു. അവൻ്റെ പ്രാണനെ എടുക്കാൻ പോണ്, നീ എനിക്ക് അനുവാദം തരണം. ദൈവം അനുവാദം കൊടുത്തു. പക്ഷേ ഈ കെട്ടാനൊന്നും പിശാചിന് എന്ത് ചെയ്തിട്ടില്ല. ഈ കെട്ടിയതൊന്നും പിശാചുമല്ല, ദൈവം മനുഷ്യരാണ്. അപ്പം ആ കെട്ടോടെ അവൻ എന്ത് ചെയ്തു? വെളിയിൽ വന്നു. അപ്പം കർത്താവ് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ കെട്ടിയത് നിങ്ങൾ അഴിച്ചാവാൻ പോകും. അപ്പം നമ്മൾ കെട്ടിയ ഒരുപാട് കെട്ട് നമ്മളെ ജീവിതത്തിലുണ്ട്. നമ്മൾ കെട്ടിയ ഒരുപാട് കെട്ട് നമ്മളെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ അഴിച്ചാലേ ഇനി എന്ത് ചെയ്യുള്ളൂ? മുമ്പോട്ട് പോകാൻ പിടികിട്ടിയാവല്ലത്. ജിജി സിസ്റ്ററിന് വേണ്ടി ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്ത് വചനമായിരുന്നു പ്രാർത്ഥിച്ചത്? യോഹന്നാൻ്റെ കല്യാണ കാര്യം പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. കുറേ വർഷം കൊണ്ട് ഈ പാത്രം എവിടെ കിടക്കണ്? നിയമമുള്ള പാത്രം എവിടെ കിടക്കണ്? വെളിയിൽ കിടക്കണ്. ഒരു നിസാര കല്ല് വന്നിരുന്നെങ്കിൽ, ഒരു കൊച്ചങ്ങ വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പൊട്ടുമായിരുന്നു. പക്ഷേ ദൈവം ഒരു ദിവസത്തേക്ക് വേണ്ടി ഈ പാത്രം എന്ത് ചെയ്യുകയാണ്? അവിടെ വെളിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു സമയമുണ്ട് ഈ പാത്രത്തിനകത്ത് വരാൻ. ആ സമയം വരെ പൊട്ടാതെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. ഒരു കൊച്ചങ്ങ ഒരു ഓലയിൽ കൂടെ കറങ്ങി വന്ന് വിടുന്നെങ്കിൽ പാത്രം ഇതിനു മുമ്പേ. അപ്പം ഇതുവരെ സൂക്ഷിച്ച് നിർത്തിയിരിക്കണ ആര്? ഇത് വല്ലതും പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നലെ പ്രാർത്ഥിച്ചതേ മറന്നു. ഇനിയും ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ബലം പകർന്ന ദൈവം നമ്മളെ വെച്ചിട്ടുണ്ട്. അതെന്തിനെന്ന് ചോദിച്ചാൽ സന്തോഷിക്കുക. അതെന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കാനായിട്ട്. ആ സന്തോഷിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞുതരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം തരാം, 3:17 ഒന്ന് വായര്. ഒന്ന്, രായണൻ്റെ ജീവിതത്തിൽ, ലളിത സിസ്റ്റർ രാജൻ്റെ, ദീപേരെ, കുഞ്ഞിൻ്റെ ഒക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ക്രിസ്തു വസിക്കണമെന്ന് പ്രാർത്ഥിക്കണം. വൈകുന്നേരം മുട്ടുമടക്കുമ്പോഴേ വെറുതെ കർത്താവെ എന്ന് വിളിക്കാനല്ലേ, വിശ്വാസത്തിന് ഇവരെ ഹൃദയത്തിൽ വസിക്കണം. കർത്താവെ എൻ്റെ കുടുംബത്തിൽ, വിൽസൺ ബ്രദറിൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിൽ ക്രിസ്തു വസിക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലും ആദരം കൊണ്ട് പറയുന്ന ഒരു വസിപ്പ് വേണ്ട. വിശ്വാസത്തിൽ വസിക്കണം. അടുത്ത എന്നിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും സ്നേഹത്തിൽ എന്ത് ചെയ്യണം? വേരൂന്നണം. ഇതിൻ്റെയൊക്കെ മർമ്മം പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. 4 പേര് ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. എവിടെ? കർത്താവ് ഇരിക്കുന്ന വീട്ടിൽ. കർത്താവ് ഇവിടെ ഇരിക്കണം, വീട്ടിൽ വരാൻ വാതിൽ അവിടെ ഉണ്ട്. ലൂക്കോസ് പറയണ അവർക്ക് വാതിൽ കാണാൻ കഴിയാഞ്ഞിട്ടാണ് അവർ ഓട് പൊളിച്ചതെന്ന്. ആ വാതിലിരിക്കണവർക്ക് ഒരു ശകലം മാറിക്കൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ ഓട് പൊളിക്കണോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പം വീട്ടിലുള്ളവർ ശകലം ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ, ഒരാളൊന്ന് ശകലം ഒതുങ്ങിക്കൊടുത്താൽ ഈ പൊളിപ്പ് നടക്കുമോ? ഒരാളെന്ന് പറയുമ്പോൾ ഒന്ന് ശകലം ഒന്ന് ഒതുങ്ങിക്കൊട്. നീ ഒതുങ്ങിക്കൊടുക്കുമ്പോൾ നീ മറ്റൊരു വഴി തേടണ്ട. ഒതുങ്ങിക്കൊടുത്തില്ലെങ്കിൽ നീ മറ്റേ വഴി തേടണം. പിടികിട്ടിയാ? ഇതൊക്കെ ഇപ്പോൾ ഈ ലൂക്കോസ് 5:17 ഒന്ന് വായിച്ചു നോക്കണം. 17 അല്ല 19. മനസ്സിലായില്ലേ? അപ്പോൾ അല്ല, സ്നേഹത്തിൽ വേരൂന്നണം. അടുത്ത അടിസ്ഥാനം മറിഞ്ഞാൽ എന്തില്ല? ഒന്നും ചെയ്യാൻ പറ്റൂല.
വിശ്വാസത്തിൽ വസിക്കണം, സ്നേഹത്തിൽ വേരൂന്നണം, പിന്നെ അടിസ്ഥാനത്തിൽ അടുത്ത ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, സമയം പോകുന്നു. അപ്പോൾ കുടുംബനാഥനായിരിക്കുന്ന ആളിൻ്റെ വീതി എന്താണ്? അതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ രാജു അണ്ണുണ്ട്, വിൽസൺ ബ്രദർ, റസാറാണ്, ജോണിക്കുട്ടിയാണ്, ഞാൻ രായാണ്, ഞാൻ ഒക്കെ ഉണ്ട്. എനിക്ക് കുടുംബത്തിലുള്ള വീതി എന്താണ്? അതിനെ ശരിക്കും നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടോ? മുപ്പത്തഞ്ച് വീതി ഉണ്ടെങ്കിൽ 2.5 ഇഞ്ച് പലവ കൂടുതൽ കിട്ടും. വീതി കുറവായ വൃക്ഷത്തിന് പലവ തന്നെ തന്നെ. അപ്പം എന്നിൽ വീതി ഉണ്ടെങ്കിൽ അടിസ്ഥാനം ഇടുന്ന പലവയുടെ എണ്ണം കൂടുതൽ കിട്ടും. എന്നിൽ വീതി കുറഞ്ഞാൽ 15 പലവയ്ക്ക് പകരം 9 പലവ കിട്ടും. പിന്നെ അടിസ്ഥാനം. അപ്പം ഞാൻ എത്ര വീതി ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കണം. എൻ്റെ മോൻ മനസ്സിലാക്കണം, എൻ്റെ മരുമകൾ മനസ്സിലാക്കണം, രാജു അണ്ണൻ്റെ 3 മക്കളും മനസ്സിലാക്കണം, മരുമക്കളും. അടിസ്ഥാനം എങ്ങനെ? അതൊക്കെ ഒരുപാട് കാൽക്കുലേഷൻ്റെ കണക്കുകളാണ്. ഇത് മനസ്സിലാക്കാത്ത മക്കളാണ്. നിങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം, ഇരുന്നോളണം. ഞാൻ പറയും പോലെ പിടി കിട്ടിയാ? അപ്പം നമ്മളെ വീട്ടിലുള്ളവരെന്ത് ചെയ്യണം? വീതി അറിയണം, നീളമറിയണം, ഉയരമറിയണം, താഴ്ച അറിയണം. അറിഞ്ഞിട്ട് സംസാരിക്കാൻ പഠിക്കുന്നവരാകണം. ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, ബൈബിൾ വായിച്ചാൽ മാത്രം പോരാ, അത് മർമ്മം അറിഞ്ഞ് പ്രാർത്ഥിക്കാനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം ഈ ബലത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയട്ടെ. ദാവീദ് പറയുന്നത്, ദാവീദിന് മാത്രമല്ല, ദാവീദിൻ്റെ ഈ ബലം ദൈവം ദാവീദിന് കൊടുത്തപ്പോൾ 18 തലമുറ ദൈവത്തിൽ സന്തോഷിച്ചു. അത് മാത്രമാണോ? ദൈവം കൊളുത്തിയ ദീപം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അണഞ്ഞു പോയിട്ടില്ല. അതേപോലെ ഒരു ദീപം ദൈവത്തിൻ്റെ ബലത്തിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ദൈവം ചെയ്യട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന അതിനായി ദൈവം സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കരങ്ങൾ അടിച്ച്, കർത്താവേ, ഇന്ന് കേൾക്കപ്പെട്ട ദൂത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന്, എൻ്റെ ജീവിതത്തിൽ വിടുതലായി തീരേണ്ടതിന്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ തലമുറയ്ക്കൊരു വിടുതലായി മാറേണ്ടതിന്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടതിന് ഈ പകൽക്കാലം എല്ലാ ദൂതുകളും സഭ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ